അപ്പോൾ ഇന്ന് നമ്മളുടെ ഓണസദ്യയിലെ വിഭവങ്ങൾ ഇന്ന് 3-ാം ദിവസമായിട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ താരങ്ങൾ ആരാ? വെള്ളരിക്കയും ബീട്രൂട്ടും. ഇതുകൊണ്ട് പച്ചടി ഉണ്ടാക്കും, ഇതുകൊണ്ട് കിച്ചടി ഉണ്ടാക്കും. അതിന് നമുക്ക് വേണ്ട ഐറ്റംസ് ഇതൊക്കെ: തേങ്ങ, തൈര്, പിന്നെ താളിക്കാനായിട്ട് വറ്റൽമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി മതി, ഇത്ര ഇഞ്ചി വേണ്ട, പച്ചമുളക്. ബാക്കി ഇനി എങ്ങനെ അരിയേണ്ടതെന്ന് കാണിക്കാം. നമ്മൾ ബീട്രൂട്ട് ഇതിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഹോളില്ലേ ഇത്രയും വലുത് അതിൽ, അതല്ലെങ്കിൽ നിങ്ങൾ പൊടി പൊടിയായിട്ട് അരിഞ്ഞാൽ മതി. ചെറുത് അരിയുന്നതായിരിക്കും കൂടുതൽ ഭംഗി. ബീട്രൂട്ടിനൊന്ന് വാട്ടിയെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. ഫ്രഷായിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. ബീട്രൂട്ട് നമ്മൾ പച്ചക്കും കഴിക്കുമല്ലോ. ഇങ്ങനെ വാട്ടിയിടുമ്പോൾ ഒന്നും കൂടി കുറച്ചും കൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഫ്രഷായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇതിനകത്തേക്ക് തേങ്ങ അരച്ചിട്ട് താളിച്ചിട്ടാൽ മതി. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കും. പറ്റപ്പോഴത്തേക്കും തേങ്ങ അരച്ചെടുക്കാം. ഇത് ഒരു ചെറിയ ഇത്രയും ബീട്രൂട്ടേക്ക് ഒരു ചെറിയ അരമുറി മതി കേട്ടോ. പിന്നെ ഇനി എന്തൊക്കെ ചേർക്കണമെന്ന് കാണിച്ചു തരാം. തേങ്ങ ഇടുന്നു, ഇത്ര മതി. ജീരകം, വളരെ കുറച്ച് ഒരു അര കപ്പ് വെള്ളം ചേർത്തിട്ട് അരച്ച്, ഇത്ര വെള്ളം ഒഴിച്ചാൽ മതി. അരച്ചെടുക്കാം. ഇത്രയും മതി കേട്ടോ. അതിൻ്റെ ഒരു പച്ചമണം മാറും. അത്രയും മതി. ഒന്ന് പയ്യെ വാടിയാൽ മതി. ഇത്രയും മതി ഇട്ടാൽ മതി. ബീട്രൂട്ട് നമുക്ക് പകർത്തിയിട്ട് ഈ ചട്ടി തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളും ചെയ്യാം. ഈ തേങ്ങ ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഭയങ്കര വെണ്ണ പോലെ അരയണ്ട, ഒരു ചെറിയ തരത്തിലെത്തു. ഇതിലേട്ട് തന്നെ ഞാൻ തൈരും കൂടി ചേർക്കണം കേട്ടോ. തൈര് വളരെ കുറച്ച് ചേർത്താൽ, പുളി അധികം ഒന്നും വേണ്ട. 1 ടീസ്പൂൺ. കുറച്ച് പുളി ഉണ്ട്. നമ്മൾ അങ്ങനെ പുളി വളരെ കുറഞ്ഞത് ചേർക്കണതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത്. ഞാൻ അതേരം കുറച്ച് ചേർക്കണുള്ളൂ. എന്നിട്ട് ഈ തൈര് ഇട്ടിട്ട് ഒന്ന് കുലുക്കാം. വെളിച്ചെണ്ണ വേണ്ട, കടുകിടണം, വറ്റൽമുളക്, കടുകൊന്ന് പൊട്ടട്ടെ കേട്ടോ. വറ്റൽമുളക് ഇടാം ഒരെണ്ണം. പിന്നെ നമ്മൾ ഒരിതിൽ വേപ്പിലിടുന്നു. പച്ചമുളകും ഇഞ്ചി ഇടാം കേട്ടോ. എന്നിട്ട് അധികം തിളപ്പിക്കരുത് കേട്ടോ. തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നാൽ നമുക്ക് ഉപ്പിടാം. ഇന്നത്തേക്ക് നമ്മളിതേ സ്റ്റൗ ഓഫ് ചെയ്തു. ബീട്രൂട്ട് ഇടാം. ഇവിടെ തൈര് ഞാൻ ചേർക്കാം കേട്ടോ, പുളി കുറവ്. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചെയ്താൽ മതി ഈ തൈര് ചേർക്കലൊക്കെ. ബീട്രൂട്ട് ഇടലും ഓഫ് ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കിച്ചടി. ബീട്രൂട്ട് കിച്ചടി ശരിയായിട്ടുണ്ട്. ഇതിനൊരു പാത്രത്തിൽ പോയിട്ട് ഓപ്പൻ്റെ അന്ന് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. നല്ല തൈര് ലാസ്റ്റ് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. പുളിയും ഒരു ചെറിയ പുളി മുന്നിട്ട് മതി. ഭയങ്കര പുളി ആവരുത് കേട്ടോ. അത്രേ ഉള്ളൂ. സിമ്പിൾ. പകർത്ത് നമുക്കൊരു ബൗളിലോട്ട്.
അടുത്ത റെസിപ്പി ഇത് കിച്ചടി. ഇന്നൊക്കെ പച്ചടി ഉണ്ടാക്കാൻ പോണത്. കുരു കളയട്ടെ കേട്ടോ. വെള്ളരിക്കയുടെ ഇത് കുറച്ചെടുത്തിട്ടുള്ളൂ. വെള്ളരിക്കയുടെ ഒരു ഇത്രയും മതി. ഇതിൻ്റെ കുരു ഈ ചോറ് പോലെ ഇരിക്കണ വശം മാത്രമേ ഇതിൻ്റെ ഒന്ന് കളയണം. ചെടിയൊക്കെ നമുക്ക് ഒരു സ്പൂണിൽ കുറച്ചേ വിളമ്പുള്ളൂ. അപ്പോൾ നമ്മളിതൊക്കെ അളവ് കുറച്ചുണ്ടാക്കിയാൽ നമ്മളൊരു 5 6 ആളുള്ളവർക്കൊക്കെ ഇത്രയും ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഒരു സ്പൂണൊക്കെ വേണ്ടത്. ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയാം കേട്ടോ. പച്ചടിക്ക് വെള്ളരിക്ക് ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. ഇത്ര മതി കേട്ടോ. ഒരു 5 6 7 ആൾക്കൊക്കെ ഇത് ധാരാളം മതി. അപ്പം ഇതിടാണ് മുളക് എടുത്തിട്ടിട്ട് അതുപോലെ വട്ടം വട്ടം അരിയുക. ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിയുക. ഇത് ഇത്ര ഇടാം. ഈ പാകത്തിൽ ഉപ്പിടാം. ഉപ്പ് അവരൊരു പാകത്തിന് കുറച്ച് വെള്ളം തരുക. ഇതിൽ ഈ വെള്ളരിക്കയുടെ താഴെ കണ്ടു നിന്നാൽ മതി വെള്ളം. കാരണം ഇതിലും ജലാംശമുണ്ട്. നമ്മൾ ഇത്ര മതി കേട്ടോ. വെള്ളം താഴെ നിന്നാൽ മതി. തിളച്ച് വരുമ്പോൾ വെള്ളം ഉണ്ടാവും. മൂടി വയ്ക്കാം. മൂടി വയ്ക്കാം. വെച്ചിട്ട് ഇതിനധികം വേവൊന്നുമില്ല. ഇടയ്ക്ക് തുറന്ന് നോക്കാം. അപ്പോൾ തിളച്ച് കഴിയുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് ആ വെള്ളം വറ്റാറാവുമ്പോൾ കണ്ടിട്ട് നമ്മൾ തേങ്ങയരപ്പ് റെഡിയാക്കണം. അപ്പോൾ തേങ്ങയരപ്പ് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതിനായിട്ട് ഒരു കുറച്ച് തേങ്ങ മതി. അരമുറി വേണ്ട. അരമുറിയിലും കുറച്ച് മതി കേട്ടോ. ഒരു ചെറിയ അരമുറി മതി കേട്ടോ. മറ്റേതിനെ അപേക്ഷിച്ച് ഇതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചടിക്ക് നമ്മൾ കടുക് അരച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഇതേ കുറച്ച് ജീരകം, പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി. നമ്മൾ മോര് കറിക്കൊക്കെ എപ്പോഴും ഈ ജീരകവും വെളുത്തുള്ളിയും അരച്ച് ചേർക്കും. അപ്പോഴതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഞാനത് ഇത്രയും വെളുത്തുള്ളി എടുത്തിരുന്നു കേട്ടോ. അരയ്ക്കാൻ നോക്കും. കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കാൻ. എന്നിട്ട് ബാക്കി തൈര ചേർക്കണം. ഇത്രയും മതി വെള്ളം. ഇത്ര ഒഴിച്ചാൽ മതി. പിന്നെ കടുക് ഇത്രയും കടുക് മതി. പിന്നെ കടുകിൻ്റെ ടേസ്റ്റാണ് ഇതിന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും കടുക് എടുക്കണം. നമ്മുടെ തേങ്ങയരപ്പ് ഇത് ഇതുപോലെ അരഞ്ഞാൽ മതി കേട്ടോ. ഇതുണ്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ തൈരിന് ഇതിലേക്ക് തന്നെ ചേർത്തിട്ട് ഒന്നടിച്ചിട്ട് 1 2 2.5. ഇത് നമ്മളുടെ ഇതെന്തോരം അളവുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ തൈരിന് ചേർക്കും. നമ്മുടെ ഇത് തിളച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. എനിക്ക് പെട്ടെന്ന് വേവും. ഇത് കണ്ട ഈ വെള്ളം അങ്ങോട്ട് വറ്റാറാകുമ്പോൾ കണ്ട് നമുക്ക് ഈ അരപ്പിടാം. ഇനി അത് മൂടണമെന്നില്ല. ഇപ്പോൾ തുറന്നിടുന്ന അത് അങ്ങോട്ട് വെന്തോളും. ഇതേ വെള്ളം ഇത്രയും വെള്ളമൊക്കെ പാടുള്ളൂ കേട്ടോ. ആ സമയത്ത് നമുക്ക് തേങ്ങ എടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ആയിപ്പോകരുത്. ഇത്രയും പാകത്തിനാകുമ്പോഴത്തേക്കും നമുക്ക് തീ കുറച്ചിടാം. തേങ്ങ എടുപ്പിടാം. തീ കുറച്ചിടാം. ഇതിൻ്റെ പിന്നെ അധികം ഇട്ട് തിളപ്പിക്കും കേട്ടോ. ഒന്ന് പയ്യെ ഒന്ന് ചൂടായാൽ മതി. ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പും പുളിയും. ഉപ്പ് കുറവുണ്ട്, പുളി കറക്റ്റാണ്.
ഇത്രയും മതി. ഇതേ നമുക്കിത് ഓഫ് ചെയ്യാം. ഇത്രയും മതി തിളച്ചത്. ഇനി ഇതിൽ നമ്മൾ കടുക് വറ്റൽമുളകും താളിച്ച് പോലെ ഇരിക്കണം. ഇലയിലൊക്കെ വിളമ്പുമ്പോഴേ ചാറ് ഒഴുകി പോകരുത്. ഇങ്ങനെ ഇരിക്കണം. ഒരു ഒഴിച്ചാൽ ഇങ്ങനെ നിൽക്കും. ഒന്നുണ്ടാക്കാം കേട്ടോ, തലേ ദിവസം ഒന്നും ഉണ്ടാക്കി വയ്ക്കരുത്. കറക്റ്റായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. കടുകിടാണ്. വറ്റൽമുളക് ഇടണം. വേപ്പില ഇട്ടു. കറി താളിച്ച് അപ്പം തന്നെ ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കണം കേട്ടോ, ഒരു 2 മിനിറ്റ്. അപ്പം നമ്മുടെ ഇന്നലത്തെ ഉള്ളിക്കറി ഞാൻ ചില്ല് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏടാ ഇത് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓണത്തിൻ്റെ ഒന്ന് എടുത്താലും മതി. ഇത് രണ്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം.